അയ്യോ അയ്യോ കർത്ത, നീ എന്തിനാ ഇത്ര അർജന്റായിട്ട് ഞങ്ങളോട് വരാൻ പറഞ്ഞത്? അതുകൊണ്ട് ഞാൻ സ്കൂട്ടറിൽ ഇരിക്കാൻ പോലും കാത്തുനിന്നില്ല. ഡയറക്റ്റ് ആയിട്ട് നേരിട്ട് ഇങ്ങോട്ട് വരുമായിരുന്നു. ആ എന്താ ഇത്ര അർജന്റ് കാര്യം? ക്യാരറ്റ് കാണിക്കാനാണോ? അതെന്ന് പറയാം അല്ലെന്ന് പറയാം, ഇതൊരു വലിയ കാര്യമാണ് കൂട്ടുകാരെ. എന്നാ പിന്നെ നീ കുറച്ച് പോപ്കോൺ കൊണ്ടുപോവാ, എന്നിട്ട് പറ. ശരി, ഓക്കേ. അതൊന്നും വേണ്ട. കാര്യം എന്താ വെച്ചാ ഇവിടെ വെച്ച് ഇപ്പൊ തന്നെ പറയേ. എന്റെ വലിയ മാമൻ നാട്ടിൽ നിന്നും വരുന്നുണ്ട്. അദ്ദേഹത്തിന് ജോർദാറിന്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയ സൂപ്പ് കുടിക്കണം. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയതുപോലെ തന്നെ വേണം. ഞാൻ ഉണ്ടാക്കുന്ന ക്യാരറ്റ് സൂപ്പ് ഗ്രാമങ്ങൾ തോറി പറയാൻ തുടങ്ങിയിരിക്കുകയാണ്. ഞാൻ തീർച്ചയായിട്ടും സൂപ്പ് ഉണ്ടാക്കി തരാം. അതെ, അതിനിപ്പോ ഇത്ര തിടുക്കം എന്തിനായിരുന്നു? അതത്ര അർജന്റ് ഒന്നും അല്ലല്ലോ. വലിയ മാമൻ നാട്ടിൽ നിന്ന് 2 മണിക്കൂർ കൊണ്ട് എത്തും. വരുമ്പോ അദ്ദേഹത്തിന് നല്ല ക്ഷീണം കാണും. 2 മണിക്കൂറുണ്ടോ? അതെ ജോർദാറെ, വലിയവൻ വരുന്നതിന് മുമ്പ് നല്ല ക്യാരറ്റ് സൂപ്പ് ഉണ്ടാക്കിക്കൊണ്ട് വരണേ. അങ്ങനെ വന്നില്ലെങ്കിൽ വലിയ മാമന് ദേഷ്യം പിടിക്കും. ഒരു പ്രാവശ്യം അദ്ദേഹത്തിന് ദേഷ്യം പിടിച്ചാ പിന്നെ ഉണ്ടല്ലോ, അദ്ദേഹം ആര് പറഞ്ഞാലും കേക്കില്ല. അമ്മാവൻ അത്രക്ക് ദേഷ്യക്കാരനാണോ? അല്ല, അദ്ദേഹം ഹെഡ്ഫോൺ കാതിൽ വെച്ചിരിക്കുന്നോണ്ട് ആരെന്ത് പറഞ്ഞാലും ഒന്നും തന്നെ കേക്കില്ല. ഒന്ന് പെട്ടെന്ന് പോവൂ, എന്നിട്ട് സൂപ്പും കൊണ്ട് വേഗം വരൂ. ഞാൻ പോയി സ്റ്റേഷനിൽ നിന്ന് അമ്മാവനെ വിളിച്ചോണ്ട് വരാം. ഇന്നത്തെ ദിവസം വളരെ കുറവായിരുന്നു. എത്ര പെട്ടെന്ന് രാത്രിയായത്. ഇത് രാത്രിയൊന്നും അല്ല, കാർമേഘം വന്ന് മൂടിയതാ. വേഗം വീട്ടിലെത്തണം. ഈ ഒരു കാലാവസ്ഥയിൽ സോർദാർ സൂപ്പ് ഉണ്ടാക്കി 2 മണിക്കൂറിന് മുമ്പേ കർത്തയുടെ വീട്ടിലെത്തിക്കുക വേണം. ജോർദാർ ഉണ്ടാക്കുന്ന സൂപ്പിന് നല്ല മധുരം ഉണ്ടാവോ? എടാ കഴുതേ, വീട്ടുകളെ പോകട്ടെ. ഈ കാർമേഘങ്ങളൊക്കെ ഇങ്ങനെ ഇരുണ്ടുകൂടി നിൽക്കുന്നത് കണ്ടിട്ട് 3 മാസത്തെ കാർമേഘം ഒരുമിച്ച് വന്നതുപോലെയാ എനിക്ക് തോന്നുന്നത്. മഴ വരുന്നതിന് മുമ്പ് ഈ സൂപ്പ് എങ്ങനെയും കർത്തയുടെ വീട്ടിലെത്തിക്കണം. അതെ സോർദാറെ, പറപ്പിച്ച് വിട്ട വണ്ടി. അയ്യോ വേണ്ട വേണ്ട, വണ്ടി പതുക്കെ ഓടിക്ക്, അല്ലെങ്കിൽ സൂപ്പ് താഴെ പോകും. വേണ്ട വേണ്ട, വണ്ടി കുറച്ച് സ്പീഡിൽ ഓടിക്ക്, അല്ലെങ്കിൽ സൂപ്പ് നനയും സോർദാറെ. അയ്യോ വേണ്ട വേണ്ട, വണ്ടിയുടെ സ്പീഡ് കുറച്ച് കുറയ്ക്കേ, അല്ലെങ്കിൽ ഞാൻ സൂപ്പിൽ നനഞ്ഞു പോകും. ഒരു കാര്യം ചെയ്, എന്താന്ന് വെച്ചാ നീ അങ്ങ് ചെയ്തോ, കാരണം വണ്ടി ഓടിക്കുന്നത് നീ തന്നെയല്ലേ. അയ്യോ എന്റെ കൂട്ടുകാരെ, ടയറിന്റെ കാറ്റും പോയല്ലോ. ഇനിയിപ്പോ സമയത്ത് വീട്ടിലെത്താൻ പറ്റുമോ? അമ്മാവൻ അന്ന് നമ്മുടെ കാറ്റ് അഴിച്ചു വിടും. കാറ്റ് അഴിച്ചുവിടുന്നത് നല്ലതല്ലേ കൊച്ചളിയാ, അല്ലെങ്കിൽ കാലത്ത് തൊട്ട് ഭയങ്കര ചൂടായിരുന്നു. പറയേ, ഇനിയും പറയേ. നീ പറയുന്നതിനനുസരിച്ച് സൂപ്പും ചൂടായിരിക്കും, ഞങ്ങളുടെ തലയും ചൂടായിരിക്കും. അല്ലെങ്കിൽ നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. വെറുതെ സംസാരിച്ചുകൊണ്ട് സമയം കളയണ്ട. നമുക്ക് സമയത്തിനോട് ചെല്ലണമെങ്കിലേ വേഗം സ്കൂട്ടർ തള്ളാനായിട്ട് നോക്ക്. മനസ്സിലായോ? നീ ടെൻഷൻ അടിക്കേണ്ട സോർദാർ, ഇനി ഇതിലും വലുത് നമുക്ക് എന്താണ് വരാനുള്ളത്? ഇനി ഒന്നും സംഭവിക്കാനില്ല. സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു. സൂപ്പ് ശരിക്കും അടച്ചു പിടിക്ക്, അല്ലെങ്കിൽ അത് മുഴുവൻ വെള്ളം കൊണ്ട് നിറയും.
സ്വാർത്ഥതയുള്ള സുഹൃത്തുക്കളും കാലാവസ്ഥയും അത് എപ്പോ വേണമെങ്കിലും മാറാം. എന്റെ കൂട്ടുകാരെ, ഇനി കർത്തയുടെ വീട്ടിലേക്ക് നമുക്ക് നടന്നു തന്നെ പോകേണ്ടി വരും. ആ ആ. നീ ഒരു സംഭവം തന്നെയാണ് പോപ്പട്ട്. നിനക്ക് തല ചെറുതാണെങ്കിലും ബുദ്ധി വലുതാണ്. നീ ഒരു മഹാൻ തന്നെയാണ് പോപ്പട്ട്. ഈ കാറ്റ് ഇപ്പൊ എന്റെ ഏറ്റവും വലിയ ശത്രുവാണ്. എന്നെ മുമ്പോട്ട് പോകാൻ സമ്മതിക്കുന്നില്ല. മേഡം എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിന്നെ മുമ്പോട്ട് പോകാൻ സമ്മതിക്കാത്തവരെ എപ്പോഴും അകറ്റി നിർത്തണമെന്ന്. അതുകൊണ്ട് വേഗം എല്ലാരും ഇങ്ങോട്ട് വാ, വേഗം വാ. ഇനിയിപ്പോ കുറച്ചു നേരത്തെ കാര്യമല്ലേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ ഈ സൂപ്പും കൊണ്ട് അയ്യോ സൂപ്പ് എന്തിയെ? അയ്യോ. അയ്യോ. നിന്റെ തൂല് കാരണം എന്തായാലും സൂപ്പ് രക്ഷപ്പെട്ട പോപ്പട്ട്. നീ ഒരു മഹാൻ തന്നെയാണ്. ആ കാർ എവിടെ അന്വേഷിച്ചാൽ നമുക്ക് സൂപ്പ് കിട്ടും ഹണി. ഇപ്പോഴാണ് എന്റെ മൂക്കിന്റെ ആവശ്യം വരുന്നത്. ഞാൻ അതിനെ മണത്ത് കണ്ടുപിടിക്കാം. യു ടേൺ എടുക്ക്, യു ടേൺ. ഏയ്, നല്ല രസമുണ്ടായിരുന്നു. വൺസ് മോർ, വൺസ് മോർ. നിനക്ക് വേണ്ടി ഒരു സ്റ്റേജ് കെട്ടി അതിൽ ഞാൻ ഓഡിയൻസിനെ ഇരുത്താം. സൂപ്പിന്റെ കാര്യം നോക്കണ്ടല്ലോ, അത് നമുക്ക് നാളെയും കൊടുക്കാമല്ലോ. വേഗം വാ, നടക്കുന്നതെല്ലാം നല്ലതിനാണ്. ഇനിയിപ്പോ എന്തായാലും ഫൈനലി നമുക്ക് പറയാം, നടക്കുന്നതെല്ലാം നല്ലതിന് തന്നെയാണ്. ഇനി അത് പറയാനായിട്ടല്ല എന്റെ പോപ്പട്ടെ. ഒരു വർഷത്തിൽ എന്തായാലും 256 ദിവസങ്ങളുണ്ട്. എന്നിട്ട് ഈ മഴയ്ക്ക് പെയ്യാനായിട്ട് ഇന്നത്തെ ഈ ദിവസം മാത്രമേ കിട്ടിയുള്ളൂ. എടാ, ഒരു വർഷം 256 അല്ല 365 ദിവസമാണ്. നീ എന്റെ GK ശ്രദ്ധിക്കാൻ നിൽക്കണ്ട. നീ ഉണ്ടാക്കിയ സൂപ്പ് ശ്രദ്ധിച്ചാ മതി, അല്ലെങ്കിൽ ചിലപ്പോ കൊളായി പോവും. എല്ലാവരും വേഗം പോസ്റ്റ് കയറ്. അയ്യോ, ഇത് രക്ഷിക്കണേ. അയ്യോ. ഹായ് സൂപ്പ്, വീണ്ടും കണ്ടുമുട്ടിയതിൽ സന്തോഷമുണ്ട്. ആ. ഈ വെള്ളത്തിന് നല്ല തണുപ്പാണല്ലോ. മിക്കവാറും വല്യമ്മാവിന് മുമ്പ് ഈ സൂപ്പ് ഞാൻ തന്നെ കുടിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. ഹണി, ഈ സൂപ്പ് കൊച്ചലീനെ പോലെ സൂക്ഷിച്ചു വെച്ചേ. എന്റെ കൊച്ചളിയെ എനിക്ക് സൂക്ഷിക്കാൻ പറ്റിയില്ല, പിന്നെ ഈ സൂപ്പിനെ എങ്ങനെ സൂക്ഷിക്കാനാ? ബണി, ഇനി കുറച്ചു ദൂരം മാത്രമേ ഉള്ളൂ കൂട്ടുകാരെ. ഈ പല കഷ്ടത്തിൽ നിന്നും മാറരുതേ. നിങ്ങളെ സൂപ്പിനെ സൂക്ഷിച്ചോണേ.
അവസാനം നമ്മൾ നന്ദുവിന്റെ വീട്ടിലെത്തി. പക്ഷേ ഈ ബണി എവിടെ പോയി? ഇനി ആ വെള്ളപ്പൊക്കത്തിലുള്ള വെള്ളമെല്ലാം കുടിച്ച് എന്റെ കൊച്ചളിയൻ തടിയനളിയനായോ? നീ എവിടെയാണ് ബണ്ണി? ഞാൻ ദേ ഇവിടെയുണ്ട്. നീ എന്താ റേഡിയോ കൂടാണോ വിളിച്ചു പറയുന്നേ? കാരണം നിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്, പക്ഷെ നിന്നെ കാണുന്നില്ലല്ലോ. ഈ മരത്തിന്റെ മുകളിലേക്ക് നോക്ക്. നിങ്ങളുടെ അടുത്തുനിന്ന് ഞാൻ പോയത് റോഡിലെ സ്വീപ്പർ പൈപ്പിന്റെ അടപ്പ് തുറക്കാൻ വേണ്ടിയായിരുന്നു. അതുവഴി വെള്ളപ്പൊക്കത്തിലുണ്ടായ വെള്ളമെല്ലാം അതിലൂടെ ഒഴുകിപ്പോയി. അതെന്തായാലും കളിക്കില്ല കൊച്ചളിയാ. രൂപം കൊണ്ടല്ലെങ്കിലും ബുദ്ധി കൊണ്ട് നീ എപ്പോഴും എന്നെ പോലെ തന്നെയാ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ലോക്ഡ്. ഇത്രയും നേരം ഓടിയത്, പറന്നത്, മുങ്ങിയത്, താഴെ വീണത് എല്ലാം, പിന്നെ പുഴയിൽ വീണതിനും ഒരു പ്രയോജനം ഉണ്ടായില്ല. കർത്താവ് വല്യമ്മാവന് ക്യാരറ്റ് സൂപ്പ് വാങ്ങിച്ചു കൊടുക്കാൻ പുറത്തു കൊണ്ടുപോയതായിരിക്കും. സംശയമുണ്ടോ? ചിലപ്പോ മഴ കാരണം അവർ സ്റ്റേഷനിൽ പെട്ടുപോയതായിരിക്കും. അങ്ങനെ സംഭവിക്കാമല്ലോ പോപ്പട്ടെ. ഔ, നിങ്ങൾ പറഞ്ഞത് ശരിയാ. കൊള്ളാലോ കർത്ത, നിന്റെ വലിയമ്മാവൻ ആള് അടിപൊളിയാണല്ലോ. ആളുകള് ഗ്രാമത്തിൽ നിന്ന് പഴങ്ങളെ കൊണ്ടുവരാറ്. നിന്റെ വലിയമ്മാവൻ 5 തന്നെ കൊണ്ടുവന്നല്ലോ. സത്യത്തിൽ ഇന്നത്തെ തലമുറയ്ക്ക് വിരുന്നുകാരെ എങ്ങനെയാ പരിചരിക്കേണ്ടതെന്ന് പോലും അറിയില്ല. നമ്മുടെ ഗ്രാമത്തിൽ വിരുന്നുകാരെ ദൈവത്തെ പോലെയാണ് കാണുന്നത്. ഇതിപ്പോ സാധനങ്ങളും ഇല്ല, സമ്മാനങ്ങളും ഇല്ല. കുടിക്കാനെങ്കിലും എന്തെങ്കിലും കാണോ? വല്യമ്മവാ, ഇതാ അമ്മാവനുള്ള സൂപ്പ്. ഓ, ഓ, കഴിക്കേ. ഇനിയിപ്പോ നമുക്ക് പറയാലോ അല്ലേ, നടക്കുന്നതെല്ലാം നല്ലതിന് തന്നെയാണ്. ഉം?